Hi children. Today's our topic is phylum Annelida. Annelida most distinct feature is presence of ring-like segments. The ring-like segments, otherwise known as metameres, annulus in Latin, derive the name Annelida, phylum Annelida. ഇവിടെ നമുക്ക് കാണാം കുറേ മോതിരങ്ങൾ അടക്കിടക്കി വെച്ച പോലെയാണ് അതിൻ്റെ ഔട്ടർ എപ്പിയറൻസ്. അതിൽ നിന്ന് ആ റിംഗ് ലൈക്ക് സെഗ്മെന്റിൽ നിന്നാണ് ഈ ഫൈലത്തിന് പേര് കിട്ടിയത്. നെഫ്രീഡിയ ഈസ് ഇറ്റ്സ് എക്സ്ക്രീറ്ററി ഓർഗൻ. മറ്റ് ജനറൽ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഹാബിറ്റാറ്റ്, എവിടെയാണ് ഇതിനെ കൂടുതലായിട്ട് കാണുക? വെയർ എ മോയിസ്റ്റ് എൻവയോൺമെന്റ് പ്രസൻറ്റ്, ബിക്കോസ് ദേ റെസ്പയർ ത്രൂ ദ സ്കിൻ ആൻഡ് സ്കിൻ ഹാവ് ടു റിമെയിൻ മോയിസ്റ്റ്, help in respiration. That is why it is present in moist soil, fresh water, or in seawater. And they are free living, most of them, and some are parasites. So the one example of parasite is here. നമ്മൾ കുളയട്ട എന്നൊക്കെ പറയും, കണ്ടില്ലേ ഇരുന്ന് ചോര കുടിക്കുന്നത്. That is, we said that metameres, ring-like segments present. Level of organization, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇവിടെയാണെങ്കിൽ എല്ലാ സിസ്റ്റംസും നല്ല ഡെവലപ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് വി ഹാവ് ടു പാസ് ത്രൂ മോസ്റ്റ് ഓഫ് ഓൾ ദ സിസ്റ്റംസ്. ദെൻ സിമെട്രി, ബൈലാറ്ററൽ സിമെട്രി, ബോഡി പ്ലാൻ, ടു വിതിൻ ടു ബോഡി പ്ലാൻ, ദാറ്റ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം വിത്ത് ടു ഓപ്പണിങ്സ്. ദെൻ ബോഡി കണ്ടീഷൻ, ട്രിപ്ലോബ്ലാസ്റ്റിക് body condition, 3 germ layers, outer ectoderm, inner endoderm, and middle mesoderm. But here the difference is mesoderm is split apart, leaving a space. Okay, mesoderm split apart and leaving a space. We can see that is the body cavity. Which type body cavity is that? True coelom. True coelom originate from mesoderm. നമ്മൾ ഈ ചിത്രത്തിൽ നോക്കിയാൽ ectoderm, then yellowish endoderm, then the bluish one is mesoderm. That mesoderm is split into 2 layers, outer mesoderm and endomesoderm. That in between ectomesoderm and endomesoderm there is a space. That space is filled with a fluid secreting from these mesodermal layers. And this fluid, coelomic fluid, having many functions. ഇതിനകത്താണ് most of the organs are bathed, and this fluid provide a low friction between the organs. അങ്ങോട്ടും ഇങ്ങോട്ട് അനങ്ങുമ്പോൾ ആ അവയവങ്ങൾ തമ്മിൽ കൂട്ടി ഉരസാതെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഫ്ലൂയിഡാണ്. Then it acts as a shock absorber, protecting internal organs, and it provide a skeleton. It acts as a skeleton and help for movement. പഠിച്ചിരിക്കണം, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. Then what about nutrition? Nutrition, വെൽ ഡെവലപ്ഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. എർത്ത് വേം എന്ന് പറഞ്ഞാൽ എർത്ത് തന്നെയാണ് അതിൻ്റെ ഫുഡ് ഐറ്റം. അങ്ങനെ ഓരോ ജീവികൾക്കും ഓരോ ടൈപ്പാണ്. അത് കടന്നു പോകുന്ന വഴിയെ നമുക്ക് ഒന്ന് നോക്കാം. അത് മിക്ക ജീവികളിലും അനലിഡ്സിലും ഒരേപോലെയാണല്ലോ. ദാറ്റ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഡൈജസ്റ്റീവ് ട്രാക്ട് ഈസ് എ സ്ട്രെയിറ്റ് ട്യൂബ്. കണ്ടില്ലേ, നീളത്തിൽ ഇങ്ങനെ പോയേക്കാണ്, നമ്മുടെ പോലെ ചുരുണ്ടിരിക്കണമെന്നില്ല. നോട്ട് കോയിൽഡ്, സ്ട്രെയിറ്റ് ട്യൂബ്. അപ്പോൾ എത്ര നീളം ഉണ്ടോ എർത്ത് വേമിന് അത്ര നീളം തന്നെയാണ് അതിൻ്റെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിന് എന്നർത്ഥം. ആൻഡ് മൗത്ത് ഓപ്പൺസ് ഇൻ ടു ഫാരിങ്സ് ലൈക്ക് സ്ട്രക്ചർ, ദെൻ ഇൻ ടു ക്രോപ്പ്, കുറച്ചുകൂടി വികസിച്ച ഒരു പോർഷൻ, ദെൻ ഇൻ ടു ഗിസാർഡ്, ഇത്തിരി ബലമുള്ള ഒരു പോർഷനാണ് വിത്ത് സർട്ടൺ സ്ട്രക്ചേഴ്സ്, മസ്കുലാർ സ്ട്രക്ചർ, അവിടെ കുറച്ചുകൂടി മസിൽസ്, ഇത്തിരി പവർഫുൾ മസിൽസ് ഉണ്ട്. ആൻഡ് വിത്ത് ഇൻ ദാറ്റ് ദ that is soil, that content in the soil is digested, and then it pass through the intestine. ഓക്കെ, ഇവിടുന്ന് അങ്ങടൊക്കെ ഇൻറ്റസ്റ്റൈൻ ശ്രദ്ധിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ദർ ഇസ് എ പർട്ടിക്കുലർ പോർഷൻ പ്രസൻറ്റ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ, ജസ്റ്റ് ലൈക്ക് അവർ വില്ലസ്. നമ്മുടെ വില്ലസ് ഇതുപോലെ എല്ലായിടത്തും നിറച്ചുണ്ടായിരിക്കും ഇതിനകത്ത്. ഇവിടെ ആകെ ഈ ഡോഴ്സൽ സൈഡിൽ മാത്രം ഒരു റിഡ്ജ് പോലെ ഒരു സ്ട്രക്ചർ ഉണ്ടെന്നേ ഉള്ളൂ ഈ ഇൻറ്റസ്റ്റൈനിൽ. ആൻഡ് ദിസ് സ്ട്രക്ചർ ഈസ് കോൾഡ് ടിഫ്ലോസോൾ, ആൻഡ് ദിസ് ഹെൽപ്പ് ഫോർ അബ്സോർബിങ് ദാറ്റ് digested food materials. Okay,
Then finally it eliminate out undigested food material, eliminate out through anus. Then excretion പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ നെഫ്രീഡിയ. ഇത് കണ്ടോ, നെഫ്രീഡിയയുടെ ഒരു പിക്ചറാണിത്. നെഫ്രീഡിയ കളക്ട് ദ മെറ്റീരിയൽസ്, waste materials, and it eliminate out through the nephridiopo, through the body surface. Excretory organs present. Then locomotion with muscles. നമുക്കറിയാം എർത്തുവമിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് നോക്കിയാൽ കാണാം. ഇറ്റ് ഹാസ് എ സർക്കുലർ മസിൽ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽ. അതിങ്ങനെ നീളം വയ്ക്കുകയും നീളം കുറയുകയും ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ മൂവ്മെൻറ്റ് അതിൻ്റെ കാണാം അല്ലേ. അപ്പം ദാറ്റ് ഈസ് വൈ മസിൽസ്. പക്ഷെ ആ വെറുതെ മസിൽ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്താൽ മാത്രം അതിൻ്റെ മൂവ്മെൻറ്റ് കൂടുതൽ പോസിബിൾ ആവില്ല. അതിന് ഹെൽപ്പ് ചെയ്യുന്ന certain structures are present on its body surface. They are called setae. നമ്മുടെ ടെക്സ്റ്റിലിട്ട് പറയണില്ല എങ്കിലും ഒന്ന് വെറുതെ ഒരു ഇൻഫർമേഷൻ. സീറ്റേ കണ്ട ബോഡി സെഗ്മെന്റിൽ നിന്ന് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. വെരി മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറാണ് സീറ്റേ ആർ ദ. ഇറ്റ് പ്രൊവൈഡ് ഗ്രിപ്പിംഗ് ആക്ഷൻ ഓൺ ആൻഡ് ഹെൽപ്പ് ഫോർ മൂവ്മെന്റ്. എന്നാൽ ഇത് എർത്തുവേമിൽ ഇങ്ങനെയാണെങ്കിൽ നീരീസ് എന്ന ഒരു മെറൈൻ അനലിഡാണിത്. ഇതിലാണെങ്കിൽ മെറൈൻ അനലിഡാണ്. അപ്പൊ അത് അതിൽ സ്വിം ചെയ്യണമല്ലോ. അതിന് സ്വിമ്മിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ the lateral side of its body having certain extension called parapodia. What is parapodia? It is the extension on the lateral side of nereis. And what is its function? It help for locomotion, swimming, as well as help for respiration. Then circulatory. കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയ സിസ്റ്റംസ് കാണണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഫൈലം അനലിഡയിലെ സർക്കുലേറ്ററി എങ്ങനെയാണ്? ഇറ്റ് ഹാസ് ഹാർട്ട്. കണ്ട ഒരു 4-5 ലാറ്ററൽ ഹാർട്ട് പ്രസന്റ്. ദീസ് ആർ ദ ഹാർട്ട് പ്രസന്റ്. ഓക്കെ, ഹാർട്ട് ഉണ്ട് അതിന്, പെയർഡ് ഹാർട്ട്സ്. ഇപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലും ഹാർട്ട് ഉണ്ട്. ആൻഡ് ഹാവിങ് ബ്ലഡ് വെസൽ, ഡോർസൽ ബ്ലഡ് വെസൽ ആൻഡ് വെൻട്രൽ ബ്ലഡ് വെസൽ. അത് തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഹാർട്ട് ഡോർസൽ ബ്ലഡ് വെസലും വെൻട്രൽ ബ്ലഡ് വെസലും കൂടി ബന്ധിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ സിസ്റ്റം. ആൻഡ് ഹിയർ ദ ബ്ലഡ് ഓൾവേസ് പാസ് ത്രൂ ബ്ലഡ് വെസൽ. Then which type circulatory system present? Closed type circulatory system present. Then blood is red in color because there is no blood cell but the hemoglobin dissolved in plasma. അതുകൊണ്ട് ഇതിന് റെഡ് കളറാണ്. നമുക്കറിയാം ഈ എർത്തുവർമിനെ നോക്കിയാൽ അതിൻ്റെ എന്താണ് സ്കിന്നുമ തന്നെ നമുക്ക് ആ ബ്ലഡ് ഫ്ലോ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. ദാറ്റ് ഹീമോഗ്ലോബിൻ ഡിസോൾവ്ഡ് ഇൻ പ്ലാസ്മ. Then nervous system. Nervous system, a brain-like ganglion present at the dorsal side of the head. ഇതിന്റെ ഹെഡ് പോർഷൻ. അപ്പൊ മൗത്തുള്ള ഭാഗം ഹെഡ് പോർഷൻ. ഓക്കെ, അപ്പൊ ഹെഡ് പോർഷന്റെ ഡോർസൽ സൈഡിലായിട്ട് കണ്ടോ ബ്രെയിൻ പോലൊരു സ്ട്രക്ചർ ഉണ്ട്, ഗാംഗ്ലിയോൺ. 2 ഗാംഗ്ലിയ അങ്ങനെ ചേർന്നിട്ട് ബ്രെയിനായി ഫങ്ഷൻ ചെയ്യുക. അതിൽ നിന്ന് ആ ബ്രെയിനിൽ നിന്ന് 2 സൈഡിലേക്കും ഇതിന്റെ നടുക്കൂടെ പോണത് ഈ ഡൈജസ്റ്റീവ് ട്രാക്റ്റിന്റെ ഭാഗമാണ്. ഐസോഫാഗസിനെ പൊതിഞ്ഞുകൊണ്ട് കവർ ചെയ്തിട്ട് അപ്പുറത്ത് അങ്ങനെ ഒരു റിങ് പോലൊരു സ്ട്രക്ചർ അതിൽ നിന്ന് വന്നേക്ക് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നു. ദാറ്റ് റിങ് ലൈക്ക് കമ്മീഷേഴ്സ് ദേ ജോയിന്റ് വെൻട്രലി ആൻഡ് ഫോമിങ് ഇൻ ടു എ ഡബിൾ വെൻട്രൽ നെർവ് കോഡ്. ഡബിൾ ആണ്, വെൻട്രൽ ആണ് ഈ നെർവ് കോഡ്. ഓക്കെ, ആൻഡ് at each segment there forms many ganglia, paired ganglia forms. ആ ഓരോ സെഗ്മെന്റിലും ഒരു കളക്ഷൻ ഓഫ് നെർവ് സെൽസ് കാണാം. അതിന്റെ പേര് ഗാംഗ്ലിയോൺ. കളക്ഷൻ ഓഫ് നെർവ് സെൽ, ഗാംഗ്ലിയ പ്ലൂറൽ. ഓക്കെ, അപ്പോൾ കുറേ ഗാംഗ്ലിയ കാണാം. ആൻഡ് ഫ്രം ഈച്ച് ഗാംഗ്ലിയോൺ lateral nerves are arising, supply nerve to that segment. ഓരോ സെഗ്മെന്റിലേക്കും ഈ ഗാംഗ്ലിയോണിൽ നിന്ന് ലാറ്ററൽ നെർവ്സ് വഴി സപ്ലൈ ചെയ്യുന്നു. അപ്പൊ നെർവസ് സിസ്റ്റം വിച്ച് ആർ ദ പാർട്സ് കൺസിസ്റ്റ് ഓഫ് ദാറ്റ് ബ്രെയിൻ, റിംഗ് ലൈക്ക് കമ്മീഷേഴ്സ്, ഡബിൾ വെൻട്രൽ നെർവ് കോഡ്, ഗാംഗ്ലിയോൺ, ദെൻ ലാറ്ററൽ നെർവ്സ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഈ ചാപ്റ്ററിൽ പറയണില്ല, പക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോൾ വരുന്ന വേറൊരു ചാപ്റ്ററിൽ ഇതുണ്ട്. അതിപ്പോൾ തന്നെ ഒന്ന് നമ്മൾ ഇതിൻ്റെ കൂടെ പഠിച്ചു പോകണമെന്നേ ഉള്ളൂ. ദെൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ദാറ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ വിത്ത് ലാർവൽ സ്റ്റേജ്. അപ്പം എന്താണ്? ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് പ്രസൻറ്റ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. എന്നാൽ ദ സെക്സസ് ആർ പ്രസൻറ്റ് ഇൻ സെയിം ഇൻഡിവിജ്വൽസ്.
ബോത്ത് സെക്സ് ഓർഗൻസ് ആർ പ്രസന്റ് ഇൻ സെയിം ഇൻഡിവിജ്വൽ. അപ്പോൾ എന്താ പറയുക നമ്മൾ? ബൈസെക്ഷൽ, ഹെർമാഫ്രോഡൈറ്റ്, മൊണീഷ്യസ് എന്നൊക്കെ പറയും അല്ലേ? ബോത്ത് സെക്സ് ഓർഗൻ പ്രസന്റ് ഇൻ സെയിം ഇൻഡിവിജ്വൽ. ബട്ട് in some, sex organs are produced in separate individuals, separate sex organs in separate individuals during a particular period. That is that needis, ഈ മെറൈൻ അനലിഡ് നീഡീസിൻ്റെ ഒരു പ്രത്യേകത അത്. അപ്പോൾ നീഡീസ് ഒരു യൂണിസെക്ഷൽ ഡൈഷ്യസ് അനലിഡിന് എക്സാമ്പിളാണ്. എന്നാൽ എർത്ത് വേമും ലീച്ചും ഒക്കെ ബൈസെക്ഷൽ ഹെർമാഫ്രോഡൈറ്റ്സിന് എക്സാമ്പിളാണ്. ഇനി ഇവരുടെ ഒരു ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. എർത്ത് വേമിൻ്റെ ടെസ്റ്റിസ് കാണുന്നത് ഇവിടെയാണ്. ഓക്കെ, ടെസ്റ്റിസ്. ഓവറി ഇതേ ഇവിടെ കാണുന്നു, കണ്ട? ടെസ്റ്റിസും ഓവറിയും ഒരേ ഇൻഡിവിജ്വലിൽ കാണുന്നു. ദാറ്റ് ഈസ് വൈ ഹെർമാഫ്രോഡൈറ്റ്. എന്നാൽ ഇവർക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഇവരുടെ 6, 7, 8 ഈ ഒരു സെഗ്മെന്റുകളിലൊക്കെ ആയിട്ട് ഒരു സാക്കിലേക്ക് സ്ട്രക്ചേഴ്സ് കാണും. ദേ ആർ നോൺ എസ് സ്പെർമാത്തിക്ക ആൻഡ് ഇറ്റ് ഈസ് ദ സ്ട്രക്ചേഴ്സ് ടു കളക്ട് സ്പേം. സ്പേം വേറൊരു എർത്ത് വേമിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഇതിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഈ എർത്ത് വേം ഉണ്ടാക്കുന്ന സ്പേം ഈ പർട്ടിക്കുലർ ഒരു 18th സെഗ്മെന്റിന്റെ അവിടെയാണ് ഇതിൻ്റെ ഒരു ഓപ്പണിംഗ് കാണാം. ആ ഓപ്പണിങ്ങിൽ കൂടെ അത് വേറൊരു എർത്ത് വേമിന് കൊടുക്കും. അതുകൊണ്ട് എർത്ത് വേംസ് ഒരിക്കലും ഇപ്പൊ ഇവരുടെ കയ്യിൽ സ്പേം ഉണ്ട്, ഇവരുടെ കയ്യിൽ ഓവം ഉണ്ട് എന്ന് വെച്ചിട്ട് അവർ അത് രണ്ടും കൂടിയും അവർക്ക് കൂട്ടിയിട്ട് അടുത്ത ജനറേഷൻ ഉണ്ടാക്കാൻ അവർ മെനക്കെടുന്നില്ല. ഈ എർത്ത് വേമിന്റെ സ്പേം വേറൊരു എർത്ത് വേമിന് അത് കൊടുക്കും. അതുപോലെ ആ എർത്ത് വേമിന്റെ സ്പേം ഇത് തിരിച്ചു വാങ്ങിക്കുകയും ചെയ്യും. തിരിച്ചു വാങ്ങിക്കുന്നത് ഈ സ്പെർമാത്തിക്ക എന്ന് പറഞ്ഞ സ്ട്രക്ചറിലാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോസസ്, ക്രോസ് ബ്രീഡിങ്, അത് എർത്ത് വേമുകൾ അല്ലെങ്കിൽ ഈ ഹെർമാഫ്രോഡൈറ്റ് ഫോംസ് ഓഫ് അനലിഡ്സിന് അത് ചെയ്യുന്നുണ്ട്. അപ്പം ദേ പ്രിഫർ ക്രോസ് ബ്രീഡിങ്. എന്തിനാണ്? പുതിയ നല്ല ജനറേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ പുതിയ ഗ്രൂപ്പ് നമ്മളുടെ കോംപ്ലിക്കേറ്റഡ് ആണ് ലൈഫ് കയറി വരുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഇതൊക്കെ പറഞ്ഞത് കേട്ടോ. ഇനി എക്സാമ്പിൾസ് ആണ്. ലീച്ച്. ലീച്ച് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞ അനലിഡയുടെ ഒരു എക്സാമ്പിളാണ്. ലീച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടല്ലോ അല്ലേ? അതിങ്ങനെ പറ്റിച്ചേർന്ന് നമ്മളുടെ കയ്യിൽ നിന്ന് ബ്ലഡൊക്കെ സക്ക് ചെയ്ത് ഇങ്ങനെ വലിച്ചെടുക്കും. അപ്പോൾ ഇറ്റ് ഈസ് എ ബ്ലഡ് സക്കിങ് എക്ടോ പാരസൈറ്റ്. ശരീരത്തിൻ്റെ അകത്തല്ല ഇത് സാധാരണ, പുറത്തുനിന്ന് തന്നെ അതിന് ഇഷ്ടംപോലെ ബ്ലഡ് കിട്ടും. അപ്പോൾ ബ്ലഡ് സക്കിങ് എക്ടോ പാരസൈറ്റ് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ അതിൻ്റെതായ കുറേ അഡാപ്റ്റേഷൻസ് ഉണ്ടാവും അങ്ങനെ ജീവിക്കാനായിട്ട്. എന്തൊക്കെ അഡാപ്റ്റേഷനാ? അതിൻ്റെ സലൈവയിൽ ഒരു ഹിറുഡിൻ എന്ന ഒരു ആൻറ്റി കൊയാഗുലൻ്റ് ഉണ്ട്. അപ്പം ഇത് ആദ്യം എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ആ ഹിറുഡിൻ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കും, ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഹിറുഡിൻ ചെയ്യുമ്പോൾ നമ്മളിവിടെ ആക്ച്വലി ഒരു ഇത് അടിക്കുന്നത് പോലും അറിയുന്നില്ല. മാത്രമല്ല അവിടെ ബ്ലഡ് ക്ലോട്ട് ആവില്ല. അപ്പോൾ ഇതിന് സുഖമായിട്ട് ഇങ്ങനെ വലിച്ചു കുടിക്കാൻ പറ്റും. ആൻഡ് എ ഷാർപ്പ് ടീത്ത് present around the oral sucker and with which it attach and feed the blood. The next is needis. Needis is another example which is a marine example, dioecious, and we just discussed about its parapodia having locomotory and respiratory function. നോക്കൂ, നമ്മുടെ എർത്ത് വേമും ലീച്ചും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന് വരുന്ന ഡയഗ്രംസ് ആണ്. അപ്പോൾ ഒന്നുകൂടി നന്നായി അതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കണം. എർത്ത് വേം അതിൻ്റെ ജനറൽ ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എർത്ത് വേമിൻ്റെ ഫൈലത്തിൻ്റെതായ ഫീച്ചർ നമുക്ക് വളരെ അറിയാം. പിന്നെ നമ്മളൊരു ക്ലിറ്റല്ലം എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു ചെറിയ ഒരു പോർഷൻ ഉണ്ട്. ഇത് നോക്കൂ, ഇത് ഡിസെക്റ്റ് ചെയ്തിട്ട് എർത്ത് വേമിനെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗം ജസ്റ്റ് നമ്മൾ ഡിസെക്റ്റ് ചെയ്യുമ്പോൾ കാണുന്ന ഭാഗമാണ്. നോക്കൂ, ആ ബ്ലഡ് വെസലൊന്ന് കാണുമല്ലോ. അതുപോലെ ഗിസാർഡ് എന്ന് പറഞ്ഞൊരു പോർഷൻ, കട്ടിയുള്ളൊരു പോർഷൻ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ഗ്രൈൻഡ് ചെയ്യുന്നത്. സ്പെർമാത്തിക്ക നമ്മൾ പറഞ്ഞു. അതുപോലെ സ്ട്രക്ചേഴ്സ് ഒന്ന് നിങ്ങൾക്ക് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് ഇത് കാണിച്ചതാണ് കേട്ടോ. ഇൻറ്റസ്റ്റൈൻ ഓഫ് എർത്ത് എന്നാണ് എർത്ത് വേമിനെ പറയുക. എന്ന് വെച്ചാൽ എന്താ? നേച്ചേഴ്സ് പ്ലഫ് മാൻ എന്ന് പറയില്ലേ, പ്രകൃതിയുടെ ഉഴവുകാരൻ. നമ്മുടെ ഭൂമിയെ ഉഴുതുമറിക്കുക, നമ്മുടെ അതിൽ നിറയെ ഇങ്ങനെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുക എർത്തിനെ. അങ്ങനെ ഇൻക്രീസ് ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. അത് എർത്ത് വേമിൻ്റെ ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, ജസ്റ്റ് വി ഫിനിഷ് ഹിയർ. ഫൈലം അന്നലിഡ.